പ്രതികളായ അഡ്വക്കേറ്റ് എം ജെ ജോൺസണും കെ ഫിലിപ്പും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. തലശ്ശേരി ASP ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിധേയരാവുകയായിരുന്നു രണ്ടുപേരും. സംസ്ഥാന പോലീസിൽ നിന്നും കീഴ്ക്കോടതിയിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും നീതി കിട്ടാത്ത യുവതിക്കൊടുവിൽ സുപ്രീം കോടതി നീതി നൽകുകയായിരുന്നു. ഹൈക്കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകിയപ്പോൾ യുവതി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് സുപ്രീം കോടതി രൂക്ഷ വിമർശനം നടത്തിയാണ് പ്രതികളായ അഭിഭാഷകരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടത്. തുടർന്നും പോലീസ് അറസ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ യുവതി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയും അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് ഹാജരാക്കാൻ പോലീസിന് കർശന നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഇപ്പോൾ സീനിയർ അഭിഭാഷകരായ എം ജെ ജോൺസണും കെ ഫിലിപ്പും പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം പ്രതികളായ അഡ്വക്കേറ്റ് എം ജെ ജോൺസണും കെ ഫിലിപ്പും ഇപ്പോൾ അഭിഭാഷകരുടെ ഗൗൺ അണിഞ്ഞ് കോടതിയിലും എത്തുന്നു എന്ന വിമർശനം ഉയർന്നിരുന്നു. തുടർന്ന് ഇരുവരും ഒളിവിൽ പോയി. ഇപ്പോൾ ഇരയുടെ കേസ് നടത്തുന്ന ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ലൂക്ക് ജെ ചിറയിൽ പ്രതികരിക്കുകയാണ്. അതായത് ഇവര് ശരിക്കും ചെയ്തേക്കുന്നത് റേപ്പ് എന്ന് പറഞ്ഞ കുറ്റകൃത്യമാണ്. അപ്പം അങ്ങനെയാണ് ഈ പറയുന്ന പരാതിയും പിന്നീട് തുടർന്നുള്ള FIR മറ്റുമെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഹൈക്കോടതി ഇടപെട്ട് അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരുന്നു. അപ്പൊ അതിനെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ സുപ്രീം കോടതിയിൽ, പരമോന്നത കോടതി സുപ്രീം കോടതിയിൽ ഈ കേസിലെ ഇര തന്നെ പോവുകയായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് സുപ്രീം കോടതിയിൽ നിന്നാണ് ഈ പറയുന്ന ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്ത് റദ്ദാക്കിയത് ഇടക്കാലമായിട്ട്. അപ്പൊ ഇടക്കാലമായിട്ട് റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജാമ്യം ഇല്ല എന്നാണ്. ഇതിനകത്ത് രണ്ട് ഫോണിൽ ഈ പറയുന്ന യുവതിയുടെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ ഫോണൊന്നും റിക്കവർ ചെയ്തിട്ടില്ല. അപ്പൊ പോലീസ് എന്തുകൊണ്ടോ കുറ്റവാളികളുടെ കൂട്ടത്തിലാണ്, ഇരയുടെ കൂട്ടത്തിൽ നിൽക്കുന്നതിന് പകരം. അതാണ്. അപ്പൊ നിലവിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വരെ ഇവർക്കെതിരെ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതിന് ശേഷവും ഇവര് ഈ വക്കീൽ കുപ്പായവും ഒക്കെ അണിഞ്ഞ് കോടതിയിൽ എത്താറുണ്ടോ? കേസൊക്കെ നടത്താൻ ഇവർക്ക് സാധിക്കുമോ? അവർക്ക് ശരിക്കും ബാർ കൗൺസിലില് മോറൽ ടെർപ്പിറ്റ്യൂഡ്, അതായത് മോറൽ ടെർപ്പിറ്റ്യൂഡിനുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ബാർ കൗൺസിൽ ഇടപെട്ടാൽ മാത്രമേ ഇത് ലൈസൻസ് സസ്പെൻഡ് ആവത്തുള്ളൂ. അതുവരെ ആ പ്രൊസീഡിങ്സ് ഇതുവരെ ആയിട്ടില്ല. അവർക്ക് അതിന് പ്രാക്ടീസ് ചെയ്യുന്ന തടസ്സമില്ല. നിലവിൽ കേസുകളൊക്കെ എടുക്കുന്നതിനും തടസ്സങ്ങളൊന്നും ഇല്ല. അതിനും തടസ്സങ്ങളില്ല, ചെയ്യാം. ശരി. അപ്പൊ ഇനി അടുത്ത നടപടി എങ്ങനെയാണ് സാർ ഇതിന്? ഇനിയിപ്പോ അവരെ അറസ്റ്റ് ചെയ്യണം. അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഫോണും മറ്റും റിക്കവർ ചെയ്യണം. ഈ ഫോണും മറ്റും തിരിച്ചെടുത്ത് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു എഫക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ. അല്ലാത്തത്തോളം കാലം ഒരു അന്വേഷണം പ്രോപ്പർ എന്ന് പറയാൻ സാധിക്കത്തില്ല. ഇങ്ങനൊരു സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനെ എന്തെങ്കിലും തരത്തില് കൗണ്ടർ ചെയ്ത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സുപ്രീം കോടതിയിൽ അവർക്ക് വേണ്ടിയിട്ട് ഹാജരാവുന്നത് മുതിർന്ന അഭിഭാഷകനാണ് അവർക്ക് വേണ്ടി ഹാജരാവുന്നത്. ഇപ്പൊ താൽക്കാലികമായിട്ട് ജാമ്യം ഇല്ലാത്ത സ്ഥിതിക്ക് അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സുപ്രീം കോടതിയിൽ ലാസ്റ്റ് ഓർഡർ നോക്കിയാൽ മതി. സുപ്രീം കോടതി തന്നെ അവരുടെ ഷോക്ക്, അവർക്ക് ഇതിനകത്തുള്ള ഇതൊരു അറസ്റ്റ് ആവാത്തതിലുള്ള അവരുടെ ആശ്ചര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ സുപ്രീം കോടതി ഓർഡർ നോക്കിയാൽ മതി. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് തന്നെ അതിന്റെ അകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ ഓർഡർ വായിച്ചു കഴിഞ്ഞാൽ. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് കേസ് നടത്താൻ വന്ന സ്വന്തം കക്ഷിയെ ഓഫീസിൽ വെച്ച് വക്കീലന്മാർ തലശ്ശേരിയിൽ കൂട്ട ബലാത്സംഗം ചെയ്തത്. കേസിലെ പ്രതികൾ തലശ്ശേരി ബാറിലെ സീനിയർ അഭിഭാഷകനും UDF മന്ത്രിസഭാ കാലത്തെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് എം ജെ ജോൺസണും സീനിയർ അഭിഭാഷകൻ കെ ഫിലിപ്പുമാണ്. 2023 ഓഫീസിൽ കേസുമായി വന്ന സ്വന്തം കക്ഷിയായ യുവതിയെ ഈ സീനിയർ അഭിഭാഷകരും ചേർന്ന് ക്രൂരമായി കൂട്ട ബലാത്സംഗം ചെയ്തു എന്ന കേസ് വരുന്നത്. ആദ്യം സ്വന്തം കക്ഷിയായ യുവതിയെ ഓഫീസിൽ വെച്ച് ഇവർ പീഡിപ്പിച്ചു. തുടർന്ന് ഈ വിഷയം പരിഹരിക്കാമെന്നും ഒപ്പിടാൻ വരണമെന്നും പറഞ്ഞ് യുവതിയെ അഡ്വക്കേറ്റ് കെ ഫിലിപ്പിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. കെ ഫിലിപ്പിന്റെ വീട്ടിൽ ഭാര്യയില്ലാത്ത സമയം നോക്കി യുവതിയെ വിളിച്ചു വരുത്തി പാനീയത്തിൽ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കുകയായിരുന്നു. തുടർന്ന് അഭിഭാഷകരായ എം ജെ ജോൺസണും കെ ഫിലിപ്പും യുവതിയെ കൂട്ട ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. പരാതി വന്ന് കേസായപ്പോൾ അഭിഭാഷകരായ എം ജെ ജോൺസണും കെ ഫിലിപ്പും ഒളിവിൽ പോയി. തുടർന്ന് ഇവർ രണ്ടുപേരും കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് ഹർജി നൽകിയിരുന്നു. കേസിൽ 3 മാസത്തോളം നീണ്ട വാദം ഹൈക്കോടതി കേട്ടു. ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് അതിശക്തമായ എതിർപ്പ് പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെതിരെ ഉണ്ടായില്ല. എന്നാൽ ബലാത്സംഗത്തിനിരയായ യുവതിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ഹാജരായി ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് എന്ന് വാദിച്ചു. സ്വന്തം ഓഫീസിൽ നീതി തേടി വന്ന യുവതിയാണ് ഇരുവരും ചേർന്ന് പിച്ചി ചീന്തിയതെന്നും കൂട്ടബലാത്സംഗം നടത്തിയതെന്നുമാണ് പരാതിക്കാരി ഹൈക്കോടതിയിൽ വാദിച്ചത്. മാത്രമല്ല, അഭിഭാഷക ജോലിയുടെ എത്തിക്സ് പ്രതികൾ നശിപ്പിച്ചുവെന്നും മുഴുവൻ അഭിഭാഷക സമൂഹത്തിന് മാതൃകയെന്നവണ്ണം പ്രതികളുടെ ജാമ്യം തള്ളി നല്ല സന്ദേശം നൽകണമെന്നും പരാതിക്കാരി ഹൈക്കോടതിയിൽ വാദിച്ചു. ഒരു വക്കീലിന്റെ ഓഫീസിൽ നീതി തേടി ചെല്ലുന്നവർക്ക് ഇനി ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാൻ പ്രതികൾക്ക് ജാമ്യം നൽകി മെസ്സേജ് നൽകണമെന്നും ഹൈക്കോടതിയിൽ പരാതിക്കാരിയുടെ അഭിഭാഷകൻ ശക്തമായി വാദിച്ചു.
അനുവദിച്ചു. എന്നാൽ മുൻകൂർ ജാമ്യത്തിൽ വിധി വന്നപ്പോൾ അത് പരാതിക്കാരിക്കെതിരാവുകയും കൂട്ടബലാത്സംഗ കേസ് പ്രതികളായ 2 അഭിഭാഷകർക്ക് അനുകൂലമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ കേരള ഹൈക്കോടതി തലശ്ശേരി ബാറിലെ 2 സീനിയർ അഭിഭാഷകർക്കും ജാമ്യം അനുവദിച്ചു. ഹൈക്കോടതി ജസ്റ്റിസ് PV ഗോപിനാഥനാണ് പ്രതികൾക്ക് ജാമ്യം നൽകിയത്. എന്നാൽ കൂട്ടബലാത്സംഗത്തിനിരയായ പരാതിക്കാരി ഒട്ടും വിട്ടുകൊടുത്തില്ല. അവരുടെ പോരാട്ടം സുപ്രീം കോടതിയിലേക്ക് നീണ്ടു. പ്രശസ്തരായ 2 അഭിഭാഷകർക്കും കേരള ഹൈക്കോടതി നൽകിയ ജാമ്യം റദ്ദാക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചതോടെ പ്രതികളായ വക്കീലന്മാർ വീണ്ടും ഒളിവിൽ പോയി. സുപ്രീം കോടതി വിശദമായ വാദം കേട്ടതിന് പിന്നാലെ കേസ് അതീവ ഗൗരവമുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടുകയും കേരള ഹൈക്കോടതിയുടെ വിധി റദ്ദു ചെയ്യുകയുമായിരുന്നു. പ്രതികൾക്ക് നൽകിയ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി തന്നെ റദ്ദാക്കി. ഇത് അഭിഭാഷകരായ MJ ജോൺസണും KK ഫിലിപ്പിനും തിരിച്ചടിയാവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇരയ്ക്ക് സുപ്രീം കോടതി വരെ പോയി 1 വർഷമായ നിയമ പോരാട്ടം നടത്തേണ്ട ഗതികേടുണ്ടായി. 2 പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലായതോടെ നീതി തേടിയുള്ള യുവതിയുടെ നീക്കത്തിൽ ചെറിയൊരു ആശ്വാസം തന്നെയാണ് ഉണ്ടായതിപ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.